നമസ്കാരം. ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയായി മാറുകയാണ് വീണ്ടും അസിം മുനീർ. പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായി പ്രതിരോധ ഉന്നതസ്ഥാനീയനായി അധികാരമേറ്റെടുത്ത അസിം മുനീർ ആകട്ടെ ആദ്യം വെല്ലുവിളി ഉയർത്തിയത് ഇന്ത്യക്ക് മേലാണ്. ഇന്ത്യ ഒരു തരത്തിലും അങ്ങനെ ഒരു വ്യാമോഹം കൊണ്ട് നടക്കരുത്, പാകിസ്ഥാൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് അസിം മുനീറിൻ്റെ വെല്ലുവിളി. ഇന്ത്യ ആരുടെയും വ്യാമോഹത്തിൽ അകപ്പെട്ടു പോകരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സമാധാന രാഷ്ട്രമാണെന്നാണ് പാകിസ്ഥാൻ്റെ CDF ചുമതലയേറ്റെടുത്ത അസിം മുനീർ കൊട്ടിഘോഷിക്കുന്നത്. ലോകരാജ്യങ്ങൾ പോലും പരിഹസിച്ച് പല്ലിളിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. രാജ്യമേറെ ദാരിദ്ര്യാവസ്ഥയിലും അസ്ഥിരതയിലും കടന്നു പോകുമ്പോഴാണ് സൈനിക മേധാവി മാത്രം ഇക്കാര്യങ്ങൾ വിസ്മരിക്കുന്നത്, ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാത്തത്. ഏതോ മൂഢസ്വർഗത്തിലിരുന്നു കൊണ്ടുള്ള ജൽപ്പനങ്ങളായി തന്നെയാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ പരമാധികാരത്തെ പരീക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഭാവിയിൽ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ അതികഠിനമായിരിക്കും അതിൻ്റെ തിരിച്ചടിയെന്നുമാണ് ഇന്ത്യക്ക് അസിം മുനീർ നൽകിയിരിക്കുന്ന താക്കീത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ CDF ചുമതലയേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് തന്നെ ആദരിക്കാനായി താൻ തന്നെ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് സായുധ സേനാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അസിം മുനീർ ഇക്കാര്യം പറഞ്ഞത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിച്ച അസിം മുനീർ ആകട്ടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് വ്യക്തമായൊരു സന്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും അധികാരമേറ്റെടുക്കുന്ന സമയത്ത് പോലും അഫ്ഗാൻ അതിർത്തിയിൽ കലുഷിതമായ ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ പാകിസ്ഥാൻ ജനതയുടെ പ്രതിരോധ ശേഷിയെയും സൈന്യത്തിൻ്റെ പ്രകടനത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടാണ് മുനീർ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു വലിയ തിരിച്ചടി നൽകിയപ്പോഴാണ് അസിം മുനീറിന് സൗഭാഗ്യങ്ങളുണ്ടായത്. ഭാവിയിലെ സംഘർഷങ്ങൾക്കുള്ള ഒരു കേസ് സ്റ്റഡി എന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ അസിം മുനീർ വിശേഷിപ്പിച്ചു. വളരുകയും മാറുകയും ചെയ്യുന്ന ഭീഷണികൾ എടുത്തു കാണിച്ചുകൊണ്ട് പുതുതായി ആരംഭിച്ച പ്രതിരോധ സേനാ ആസ്ഥാനത്തിൻ്റെ കീഴിൽ 3 സേവനങ്ങളെയും സംയോജിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്, ആവശ്യമാണെന്നാണ് അസിം മുനീർ പറയുന്നത്. നമുക്ക് CDS സംയുക്ത സേനാ മേധാവി എന്നൊരു പോസ്റ്റുണ്ട്. സമാനമായി ഒരു പോസ്റ്റ് തന്നെയാണ് പാകിസ്ഥാനിൽ രൂപപ്പെടുത്തിയെടുക്കാനായി അസിം മുനീർ തീരുമാനിച്ചത്. കാരണം 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം ഘടിപ്പിക്കുക, ഇതല്ലാതെ മറ്റു ലക്ഷ്യം അസിം മുനീറിന് മുന്നിലില്ല. അതുകൂടാതെ അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങാൻ മടിയായ അസിം മുനീർ കഴിഞ്ഞ മാസം കാലാവധി കഴിഞ്ഞിട്ട് പോലും വീണ്ടും കടിച്ചു തൂങ്ങാനായി പുതിയൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് 5 വർഷം കൂടി അധികാര കസേരയിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർത്തിമൂത്ത് ചെയ്ത പ്രവൃത്തിയാണെന്നും പലരും വിമർശിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ 3 സേനകളും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ചടങ്ങിനിടയിൽ അസിം മുനീർ പറഞ്ഞത്. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ധു, നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ്, 3 സായുധ സേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തിന് പുറമെ രാജ്യത്തിൻ്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ മേൽനോട്ടവും അസിം മുനീർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു ഭരണഘടനാ ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ CDF അസിം മുനീർ നിയമിതനായത്. അന്ന് തന്നെയായിരുന്നു അസിം മുനീറിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്ത്യ ഒന്നും ഇതിന് ചെവിക്കൊള്ളുന്നില്ല, ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാകുന്നില്ല. ജനാധിപത്യവും പാകിസ്ഥാനും ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. അതിർത്തിക്കപ്പുറത്തെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യവും പാകിസ്ഥാനും അതുകൊണ്ട് ഒരുമിച്ച് പോകില്ലെന്നും അതിനാൽ കൂടുതലൊന്നും തന്നെ പറയാതിരിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ നല്ലതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ അന്തരീക്ഷം, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോടുള്ള പാകിസ്ഥാന്റെ സമീപനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. നിരപരാധികളായ അഫ്ഗാൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അഖണ്ഡത, പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവയെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നു. പാക് അഫ്ഗാൻ സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ നൽകിയത്. എന്നിരുന്നാലും അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളെ സസൂക്ഷ്മം തന്നെയാണ് ഇന്ത്യ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്.